അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമായി. നമ്മൾ മലയാളികള് കള്ള് കുടിക്കാനല്ലാതെ എപ്പോഴാ കള്ള് മേടിക്കുക? കള്ളപ്പുണ്ടാക്കാൻ ഭാഗ്യം കുടിക്കുന്നത് കള്ളാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് എളേമ സ്പെഷ്യൽ കള്ളപ്പം ഉണ്ടാക്കാൻ പോവാണ്. നമ്മുടെ ഇവിടെ വട്ടയപ്പം എന്നൊക്കെ പറയും കേട്ടോ. നമ്മളൊരു 3 നാളികേരം വലിപ്പമുള്ളത് 1-ാം പാലും 2-ാം പാലും സെപ്പറേറ്റ് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 2 ടീസ്പൂൺ പൊടി 1 ഗ്ലാസ് വെള്ളത്തിൽ നമുക്കൊന്ന് ജസ്റ്റ് കുറുക്കി കപ്പി കാച്ചിയെടുക്കാം. എന്നിട്ട് ഒരു പാക്കറ്റ്, അതായത് 1 കിലോ പൊടി നമ്മൾ ആ കപ്പി കാച്ചിയതും കുറച്ച് ഏലക്കായയുടെ പൊടിയും ജീരകത്തിന്റെ പൊടിയും അല്ലെങ്കിൽ മുഴുവൻ ജീരകമോ പഞ്ചസാര, അതായത് ഒരു 1.5 കപ്പോളം, അത് നമ്മുടെ അളവിന് അങ്ങോട്ട് ഇട്ടാൽ മതി കേട്ടോ. ഇനി ഈസ്റ്റ് ഇടുന്നതിന് പകരമാണ് കേട്ടോ നമ്മൾ കള്ളൊഴിക്കണത്. അതൊരു 1.5 ഗ്ലാസ്, നല്ല പുളിയുള്ളതാണെങ്കിൽ കുറച്ച് ഒഴിച്ചാൽ മതി, ചേർക്കാട്ടാ. എന്നിട്ട് പിന്നെ 1-ാം പാലിലും 2-ാം പാലിലും നമ്മളിങ്ങനെ നന്നായിട്ട് കൈകൊണ്ട് കുഴച്ച് ബിസ്കൊണ്ടൊക്കെ അടിച്ച് സെറ്റാക്കിയിട്ട് ഒരു 12 മണിക്കൂർ അങ്ങ് വീർക്കാൻ വെക്കണം. അത് കഴിഞ്ഞ് ഇതിനെ വെയിലത്ത് വയ്ക്കുമ്പോൾ നന്നായിട്ട് വീർത്ത് വരും കേട്ടോ. അത് കഴിഞ്ഞതാ ഇവനെങ്ങനെ അത് വേവിച്ചെടുക്കുക. നമ്മൾ അടിപൊളി വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. പൂരത്തിനും അതുപോലെ തന്നെ ക്രിസ്മസിനും ഒക്കെ നമ്മുടെ വീട്ടിൽ സ്പെഷ്യലായിട്ട് കാലത്ത് ബീഫിൻ്റെ ഒക്കെ ഒപ്പം നമ്മൾ കഴിക്കുന്ന ഒരു അടിപൊളി ടേസ്റ്റുള്ള കള്ളപ്പം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ട്രൈ ചെയ്തൊക്കെ മറക്കരുത്. എന്താണെന്നറിയില്ല, ഇളമുണ്ടാക്കിയ കാരണം കൊണ്ടായിരുന്നു തോന്നുന്നു ഇതിന് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു.